അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. നമ്മളെ ചാനലിൻ്റെ പേര് സുഹറ എന്നാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇന്ന് രാവിലത്തെ വ്ളോഗ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ടേ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കടയിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ കുട്ടികളെ തന്നെ കടയിലേക്ക് കൊണ്ടുപോകലാണ്. പരാതിയൊക്കെ ഉണ്ട് ചിലവർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കടയിൽ കൊണ്ടുപോയിത്തേന്. പിന്നെ ജീവിച്ച് പോകണ്ടേ, എന്ത് ചെയ്യും. മോളെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്കലവാടി കൊണ്ടാക്കും. നമുക്ക് ജീവിക്കാനുള്ള തത്രപ്പാടിലല്ലേ. നമ്മൾ ജോലി ഉണ്ടിച്ചിട്ട് ജോലിക്ക് പോകേണ്ട വെച്ചിട്ട് കുട്ടികളെ തഴയാൻ പറ്റില്ലല്ലോ. പറയുന്നവരും അവിടെ പറയട്ടെ, ഞാൻ മുൻതൂക്കം കൊടുക്കണില്ല. അപ്പോൾ ഞാൻ കടയിൽ വന്നേക്കന്നെ മോനൂസിനും മോളൂസിനും ചായ എടുത്തു കൊടുത്തു. മോളൂസിനെ അംഗൻവാടി കൊണ്ടുപോയി ആക്കണം. ഭൂരി ആയിരുന്നു. അപ്പോൾ ഭൂരി കഴിക്കലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ മോനൂസ് പാത്രമൊക്കെ എടുക്കുന്നുണ്ട്. അടുക്കളയിൽ കൊണ്ടുവെക്കാനാവുന്നു. സനമോളെ ചായടി കഴിഞ്ഞിരിക്കണം. അവളവിടെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മോനൂസ് അടുക്കളയിൽ പാത്രമൊക്കെ കൊണ്ടുവച്ച് അവൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞെടുക്കൊന്നും വേണ്ട, ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യും. നല്ല ഉണ്ണിയാണ്. ഇനിയിപ്പോൾ മോളൂസിനെ അംഗൻവാടി കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ കാലിൽ ഉറുമ്പടിച്ച് എന്തോന്നൊക്കെ പറഞ്ഞാണ്ട് തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അവിടെ പായലൊക്കെ ഉണ്ട്, വഴുക്കിയിട്ട് വീഴല്ലേന്ന് പറയും ഞാൻ. അങ്ങനെ ഞാൻ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഉച്ചയും കഴിഞ്ഞിട്ടുണ്ട്. 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാനങ്ങോട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ കടയിൽ കുറച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചെമ്പ് പൊറോട്ട കല്ലിൻ്റെ മീതെ കയറ്റിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവെക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ ലൈറ്റ് ഇട്ടതാണ്. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഒരു മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നേരം വൈകിട്ടാണ്. ഉച്ചയാകുമ്പോൾ കഴുകലുള്ളതാണ് ഞാൻ. അപ്പോൾ ഇന്ന് മരണമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ മരണപ്പെട്ട വീട്ടിലേക്ക് പോയി. ഒരു ചെറിയ മോനുമാണ് കേട്ടോ. 18 വയസ്സോളം ആയിട്ടുള്ളൂ. അപ്പോൾ അവന് പഠിക്കണോടത്തുനിന്ന് ആൾ മാഫിയാണ്. അപ്പോൾ പഠിക്കണോടത്തുനിന്നാണ് ഷോക്ക് അടിച്ചതാണ് കേട്ടോ. ആകെ ഒരു മോനുള്ളൂ അവർക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയിണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൂടിയായിട്ട് പിന്നെ ഇന്ന് വൈകുന്നേരം കഴുകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ നേരം വൈകിയത് കേട്ടോ. അത് പൊറോട്ട ചുടുന്ന കല്ലാണ്. ഇത് പരത്തുന്ന ടേബിളാണ് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ഉണ്ടാവും. ലേശം സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അരച്ച് കഴുകണം. കുട്ടികൾ അവിടെ കടയിലുണ്ട്. അപ്പോൾ ലൈറ്റ് ഞാൻ പിന്നെ ഇട്ടതാണ്. വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഇരുട്ടായിട്ട് കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. ഈ കടക്ക് കറണ്ട് ബില്ല് 2000 രൂപ വരും കേട്ടോ. ഒരു തവണ വന്നതാണ്. പിന്നീട് ഈ അതേ പൈസ തന്നെ കറണ്ട് ബില്ല് വരുന്നത്. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഓവറായി ചിലവാക്കിയിട്ട് കറണ്ട് ബില്ല് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടാറില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ കഴുകാണ്ട് അടിക്കാണ്ട് തുടക്കാണ്ട് അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാണ്ട് ഇതൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നേരം വൈകിട്ടൊക്കെ വീട്ടിൽ പോകാൻ പറ്റും.
അപ്പോൾ ഞാനിട്ട ചുരിദാറിൻ്റെ ടോപ്പ്, ജീൻസ് ടോപ്പ് പോലത്തെ ടോപ്പ് ഞാനെടുത്തതല്ല കേട്ടോ. നമ്മൾ ജീൻസിൻ്റെ ഒന്നും എടുക്കലില്ല. എനിക്ക് കട്ടിയുള്ള ഡ്രസ്സൊന്നും ഇടാൻ വയ്യ കേട്ടോ. കട്ടിയുള്ള ഡ്രസ്സുകൾ ഇടുന്നത് കുറവാണ്. ഞാൻ അങ്ങനെ കട്ടിയുള്ളതൊന്നും ഇടില്ല. അപ്പോൾ ഇത് ഞാൻ മഞ്ചേരി ഭാഗത്ത് താമസിക്കുമ്പോൾ അവിടെ വീട്ടിൽ ജോലിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ടൈമിൽ എനിക്ക് അയൽവാസിത്തെ കുഞ്ഞിമ്മൂ എന്നറിയും. അപ്പോൾ അയൽവാസിത്തെ അവളെങ്ങനെ വിളിക്കുക, അവൾ തന്നതാട്ടോ. പുതിയതാണ്, ഞാനും ഇട്ടില്ല. പിന്നെ മോന് ഗർഭിണിയൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ ഇന്ന്. പാലെടുക്കുന്ന കുട്ടിയൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ എങ്ങോട്ടും അങ്ങനെ പോകാറുമില്ല. അപ്പം ഞാനതിങ്ങനെ ഇട്ടിട്ടില്ല. എപ്പോഴല്ല യാത്രകളുടെ ഒരാഘോഷമായത്, ഉമ്മാക്ക് വയ്യാതായിട്ടൊക്കെ. അപ്പോൾ പുതിയതാണ് കേട്ടോ, എനിക്ക് അത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അവൾ പെട്ടെന്നങ്ങ് തടിച്ചു, വയറൊക്കെ ആയി. പിന്നെ അവൾക്ക് ചെറിയ കുട്ടിയായിരുന്നു. തടിച്ചപ്പോൾ ഞാൻ അതങ്ങനെ ഇടാതിരുന്നു. അപ്പോൾ ഞാൻ ബോഡി ഷേപ്പുള്ള ഡ്രസ്സുകളൊന്നും അല്ലാണ്ട് ഇടലില്ല. ഒക്കെ അങ്ങനെ കറക്റ്റ് ബോഡി ഷേപ്പുള്ള ഡ്രസ്സ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ മഴയൊക്കെ ആയിട്ട് പിന്നെ ഇവിടുന്ന് ഡ്രസ്സുകൾ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴുകിയിട്ടതൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതങ്ങനെ ഇരിക്കുന്നുണ്ട് കൊട്ടയിൽ. ഞാനത് എടുത്തിട്ടോ നോക്കട്ടെ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, ഭയങ്കര ഉഷ്ണം. അങ്ങനെ ആ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിരിക്കുകയാണ്. കിട്ടിയ കടയിൽ കിച്ചണിലൊക്കെ കുറച്ച് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇനിയിപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ചിലരുടെ കമൻ്റ് ഉണ്ടായിരുന്നു, രാസീന അങ്ങനെയൊക്കെ കുറേ പേര്, ഉമ്മാനെ വീഡിയോ എടുക്കാൻ നാണല്ലേ, നിൻ്റെ കയ്യിലിരിപ്പ് മനസ്സിലായി എന്നൊക്കെ. നിൻ്റെ കയ്യിലിരിപ്പ് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ഉമ്മ റോട്ടിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അടുത്തൊരു വീഡിയോക്ക് താഴെയാണ് കമൻ്റ് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ കമൻ്റ് വായിക്കുന്ന കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്ത് കയ്യിലിരിപ്പാണാവോ കാണിച്ചത്. 13 വയസ്സിൽ തുടങ്ങിയാണ് ഞാൻ പാത്രം കഴുകാൻ പോക്ക്. പിന്നെ തുടങ്ങിയാണ് ഇതേപോലെ ആങ്ങളെ കടയിലൊക്കെ ചായക്കടയിലൊക്കെ പണിക്ക് നിൽക്കൽ, പാത്രം കഴുകാനൊക്കെ നിൽക്കൽ. നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജോലി ഉണ്ടായിട്ട് കാര്യമില്ല. ഉമ്മാനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഈ ഉമ്മാക്കും വേണ്ടിയിട്ട് എൻ്റെ ഭാവി വരെ കളഞ്ഞവളാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീടൊക്കെ വെക്കാൻ നോക്കി, ഞാൻ സമ്മതിച്ചില്ല. അന്ന് ഞാനത് ശ്രമിച്ചിരുന്നെങ്കിൽ ആ ഉണ്ടായിരുന്ന സ്ഥലം വിറ്റ് പോയേനെ. പക്ഷേ ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ പിന്നീട് വരുന്നുള്ളതൊക്കെ അറിയാവുണ്ട്. ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല. അല്ലെങ്കിൽ തന്നെ ചെയ്യാത്ത തെറ്റിന് എന്നെ പഴിക്കുന്നുണ്ട് കുറേ മുതൽ കാരണം. ഉമ്മാക്കുള്ള കുറേ സമ്പത്ത് തന്നെയാണ് പ്രശ്നം. അതൊക്കെ ആങ്ങളാർ വെച്ച് അനുഭവിക്കുന്നുണ്ട്, അവരെ കയ്യിലുണ്ട്. ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് മലപ്പുറത്ത് വാടകയ്ക്കൊക്കെ ജീവിക്കണേ. പിന്നെ അതൊന്ന് ഈ ഉമ്മാനെ ഞാൻ കൊണ്ടുനടക്കണം പോകണോളും. ഞാനൊരു മകളായതുകൊണ്ടല്ലേ ഞാൻ ഉമ്മാനെ കൊണ്ടുനടക്കണതും നോക്കണതൊക്കെ. ഒരു മകനാണെങ്കിൽ പറ്റുമോ? കൂടുന്ന ഭാര്യ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഒരു നിവർത്തിയില്ല. ഒന്നുകിൽ ഭാര്യേനെ ഉപേക്ഷിക്കണം മകൻ, അല്ലെങ്കിൽ ഉമ്മാനെ ഉപേക്ഷിക്കണം. ഇന്ന് ഒട്ടും ചേരൂല. ഇന്നത്തെ പെൺകുട്ടികളൊന്നും ഈ അസുഖമൊന്നും വെച്ച് പൊറപ്പിക്കില്ല. ഞാൻ മകളായതുകൊണ്ട് ഞാൻ എന്ത് ക്ഷമിക്കുന്നുണ്ട്. ഉമ്മ ചെയ്യണതൊക്കെ വീഡിയോയിൽ നിങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉമ്മ എന്നെ ആക്ഷേപിക്കുന്നതും മാട്ടും തുപ്പും ചവിട്ടും കുത്തും എന്ന് പറഞ്ഞ പോലെ നാണം കെട്ട വർത്താനടക്കം പറയും. ഒരു അന്തല്ലാണ്ട് പറയുകയാണെന്നുള്ളത് കരുതിയാണ്ട് ഞാൻ ക്ഷമിക്കുന്നുണ്ട്. നമ്മൾ എത്ര ആളെ പഴി കേൾക്കണം, എത്ര വാടക വീട് ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിവർത്തില്ലാണ്ടാണ് ഞാൻ ഉമ്മാൻ്റെ വീഡിയോ ഇതിലൊക്കെ ഇട്ടത്. എന്നുവെച്ചാൽ വീട് ഇപ്പോൾ 4ാമത്തെ വീടാണ്. ഇവിടെ വന്നിട്ട് എന്നെ തൊഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താമസം പറഞ്ഞേ. ഈ വീട്ടിലോട്ട് വരുന്നതിന് മുന്നത്തെ ഒരു വീട് ഒരു ആചാര്യയുടേതായിരുന്നു. വാടകയും ഒന്നും കുറവായിരുന്നു. കറണ്ട് ബില്ലും ഇതൊക്കെ അടച്ചാൽ മതിയായിരുന്നു. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വീട് മാറുന്നതും സംസാരിക്കുന്നതും എല്ലാ വീഡിയോസും ഞാൻ അതിലിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. ഞാനിട്ട ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാം.
വീടുകൾ മാറണത് ഒക്കെ ഈ ഉമ്മയുടെ ഈ പെരുമാറ്റ പ്രശ്നങ്ങളും വൃത്തിയില്ലായ്മയും കോലാഹലങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് ഈ വീട് മാറേണ്ട അവസ്ഥ എന്ന്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് മാറേണ്ട അവസ്ഥ വരാൻ പോവാണ്. അപ്പോൾ പറയുകയും ചെയ്തു. അതാണ് ഞാൻ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചത്. ഉമ്മ തൊട്ടയൽവക്കത്തെ വീട്ടിൽ പോയാണ്ട് വരുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്കത് പറ്റുമോ? അപ്പോൾ അവർ ഓരോന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഇടാൻ കാരണം. അപ്പോൾ ഇമ്മ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെ അസുഖം വരുമ്പോൾ പറയും. അപ്പോൾ അതാണ് കേട്ടോ.